സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ 10 മാത്സിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. എൻ്റെ പേര് ജോസ് കാപ്പൻ. നിങ്ങളെല്ലാവരെയും ക്ലാസ്സിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണ്. എ എന്ന് പറഞ്ഞാൽ ഡിവിഷനെ സൂചിപ്പിക്കുന്നു. ബി പ്ലസ് സി മൈനസ് ഡി ഇൻറ്റു എങ്കിൽ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ ആ ചോദ്യം 15 അല്ലേ. ഡിയുടെ സ്ഥാനത്ത് വരുന്ന ചിഹ്നം ഇൻറ്റു ആണ്. 2 ബിയുടെ സ്ഥാനത്ത് വരുന്ന ചിഹ്നം പ്ലസ് ആണ് അല്ലേ. 14 എയുടെ സ്ഥാനത്ത് വരുന്ന ചിഹ്നം ഡിവിഷനാണ്. ഓക്കെ. 7 സിയുടെ സ്ഥാനത്ത് വരുന്ന ചിഹ്നം മൈനസ് ആണ്. 10 ഇതിൻ്റെ ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഈ ഡിവിഷനാണ്. 14/7 2 കിട്ടും, ശരിയല്ലേ. 15 × 2 30 കിട്ടും. സോ 30 + 2 - 10 എന്ന് കിട്ടും. 30 + 2 32 - 10 22 എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത്. എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു, സിമ്പിളായിട്ട് ചെയ്യാം. 25,000 രൂപ മുടക്കി 500 കിലോഗ്രാം അരി വാങ്ങി 900 രൂപ ഇറക്കുകൂലിയും 15,000 രൂപ വാഹനക്കൂലിയും ചെലവായി 300 രൂപ ലാഭം കിട്ടണമെങ്കിൽ 1 കിലോ അരി എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പോൾ 25,000 രൂപ മുടക്കിയാണ് അരി വാങ്ങിയത്. അപ്പോൾ അരി വാങ്ങാൻ 25,000 രൂപ മുടക്കായിട്ടുണ്ട്. ഇനി പറഞ്ഞേക്കുന്ന കാര്യം 900 രൂപ ഇറക്കുകൂലിയായിട്ടുണ്ട്. 900 രൂപ ഇറക്കുകൂലിയായിട്ടുണ്ട്. 1,500 രൂപ വാഹനക്കൂലിയുമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ആകെ എത്ര രൂപയായി എന്ന് കണ്ടുപിടിക്കാം. എല്ലാം കൂടെ കൂട്ടാം അല്ലേ. 0 0 14 4 1 ശിഷ്ടം 7 2 27,400 രൂപയാണ് ആകെ ചിലവായത്. അയാൾക്ക് 300 രൂപ ലാഭം കിട്ടണം. അതിന് ഓരോ കിലോഗ്രാം അരി എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാ. 300 രൂപ ലാഭം കിട്ടണമെങ്കിൽ 27,400 ആണല്ലോ ആകെ മുടക്കായത്. അതിൻ്റെ കൂടെ ഒരു 300 കൂടെ കൂട്ടി വിൽക്കണം. അതായത് 27,700 രൂപയ്ക്ക് എല്ലാം കൂടെ വിൽക്കാൻ പറ്റണം. അപ്പോൾ 1 കിലോഗ്രാം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാ. 500 കിലോഗ്രാം 27,700 വിൽക്കാൻ പറ്റിയാൽ മതി. 1 കിലോഗ്രാം വിൽക്കേണ്ട വില 27,700 / 500 എന്ന് വരും. ശരിയാണോ മക്കളെ? സോ ഈ 2 0 2 0 വെട്ടിപ്പോവും. 277/5 എന്ന് പറഞ്ഞാൽ 55.4 എന്നാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നത് 55.4. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം പരിചയപ്പെടാം. ഒരു ക്ലോക്കിലെ 1 4 8 എന്നീ സംഖ്യകൾ ചേർത്ത് ഒരു ത്രികോണം നിർമ്മിച്ചു അല്ലേ. ആ ത്രികോണത്തിൻ്റെ കോണുകൾ എത്ര വീതം? ഇത് ക്ലോക്ക് എന്ന ചാപ്റ്ററിൽ നിന്ന് ഇതിനു മുന്നേ പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1 4 8 എന്നീ സംഖ്യകൾ ചേർത്താണ് ത്രികോണം നിർമ്മിച്ചത്. ത്രികോണത്തിൻ്റെ കോണുകൾ കണ്ടുപിടിക്കണം. 1 മുതൽ 3 വരെ എത്ര ഡിവിഷൻ ഉണ്ടെന്ന് നോക്കണം. 2 3 4 3 ഡിവിഷൻ ഉണ്ട്. 1 ഡിവിഷൻ 30 ഡിഗ്രി, 3 ഡിവിഷൻ 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ആണ് എങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും ഒരു കോൺ, അതായത് 45 ഡിഗ്രിയാണ് ഒരു കോൺ. ഇനി 4 to 8 എത്ര ഡിവിഷൻ ഉണ്ടെന്ന് നോക്കണം. 5 6 7 8 4 ഡിവിഷൻ ഉണ്ട്. 1 ഡിവിഷൻ 30 ഡിഗ്രി, 4 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി. അതിൻ്റെ പകുതിയായിരിക്കും രണ്ടാമത്തെ കോൺ. അപ്പോൾ രണ്ടാമത്തെ കോൺ 60 ഡിഗ്രി എന്ന് കിട്ടും. മൂന്നാമത്തെ കോൺ കാണാൻ ഈ 8 to 1 എത്ര ഡിവിഷൻ ഉണ്ടെന്ന് നോക്കണം. 9 10 11 12 1 5 ഡിവിഷൻ. 5 ഡിവിഷനാണ് ക്ലോക്കിൽ 8 മുതൽ 1 വരെയുള്ള. 1 ഡിവിഷൻ 30 ഡിഗ്രി. 5 ഡിവിഷൻ 5 × 30 150. അതിൻ്റെ പകുതിയായിരിക്കും മൂന്നാമത്തെ കോൺ 75 ഡിഗ്രി. അപ്പോൾ ക്ലോക്കിൽ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്ത മോഡൽ ചോദ്യം തന്നെയാണ് പരീക്ഷയ്ക്ക് വന്നേ. സോ ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ എ ആണ്. 45 60 75. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കൃത്യംഗങ്ങൾ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് മക്കളെ. മുകൾ വശം മാത്രം എടുക്കാം. മുകൾ വശം മാത്രം എടുത്താൽ അതിൽ 5 raised to 3 ഉണ്ട്,
ഇൻറ്റു 5⁻1 ഉണ്ട് ഇൻറ്റു √5 എന്ന് പറഞ്ഞാൽ 5⁻1/2 റൂട്ട് എന്ന് പറഞ്ഞാൽ ⁻1/2 എന്നാണ് അല്ലേ. ഇനി ഇങ്ങനെ ബേസ് ഒരേപോലെ പവറുകളെല്ലാം വന്നാൽ ഇങ്ങനെ ബേസ് ഒരേപോലെ വന്നിട്ട് ഗുണിക്കാൻ വന്നാൽ പവറുകളെല്ലാം കൂട്ടണം, അങ്ങനെയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 5⁻3 + 1 + 1/2 അതായത് 4.5 എന്ന് കിട്ടും. 5⁻4.5 ആണ് അത്ര ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഞാൻ അത് എഴുതി 5⁻4.5 എന്ന് അതിൻ്റെ ഉത്തരം കിട്ടി. ഡിവൈഡഡ് ബൈ അടുത്തത് 5⁻7/2 എന്നാണ് മൈനസ് അല്ലേ. അപ്പം -7/2 എന്ന് പറഞ്ഞാൽ 3.5 ആണ്. ഈക്വൽ ടു 5⁻a+3 എന്ന് കിട്ടും. ആണോ? എനിക്കറിയാം ഈ ലെഫ്റ്റ് സൈഡിൽ a⁻m/a⁻n അങ്ങനെ വന്നാൽ പവറുകൾ തമ്മിൽ കുറയ്ക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 5⁻4.5 -3.5 അല്ലേ. നമുക്ക് കിട്ടുന്നത് 5 എത്രയാ മക്കളെ? 5⁸ എന്ന് കിട്ടും. ഈക്വൽ ടു 5⁻a+3 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എയുടെ വില എത്ര എന്ന് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 5 ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം, ഇതിൽ ഏതാണ് നെക്സ്റ്റ് ടേം എന്നാണ് ചോദിച്ചേക്കുന്നത് മക്കളെ. 15 12 12 7 ഇനി 7 ഏതായിട്ട് മാറും എന്ന ഒന്നിടവിട്ട ശ്രേണിയാണ്. ഇവിടെ 15 12 എന്ന് പറഞ്ഞാൽ 3 കുറഞ്ഞു, 12 7 എന്ന് പറഞ്ഞാൽ 5 കുറഞ്ഞു. അപ്പോൾ ഇനി കുറയേണ്ടത് 7 ആണ്. 7 ന്ന് 7 കുറഞ്ഞാൽ നമുക്ക് വരുന്ന ആൻസർ 0 ആണ്. മുന്നോട്ട് അടുത്ത ചോദ്യം, 8,000 രൂപ 10% സാധാരണ പലിശയ്ക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കഴിയുമ്പോൾ തുക ഇരട്ടിയാകും? നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ പഠിക്കുന്നതാണ് തുക ഇരട്ടിയാകാൻ അല്ലേ. തുക ഇരട്ടിയാകാൻ എത്ര വർഷം വേണം എന്ന് ചോദിച്ചാൽ 100/6 ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആണോ? 100/6 ഇവിടെ 10 ആണ്. 100/10 നമുക്ക് ആൻസർ 10 വർഷം എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 10 വർഷം. അടുത്തത് 8ൻ്റെ ആദ്യത്തെ 30 ഗുണിതങ്ങളുടെ ശരാശരി. മക്കളെ 8ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 8, 16, 24 അങ്ങനെ ഏതാണ് 8ൻ്റെ ഗുണിതങ്ങൾ. 8ൻ്റെ 30 ഗുണിതങ്ങൾ എന്ന് പറയുമ്പം 8ൻ്റെ 30ാമത്തെ ഗുണിതം 8 × 30 240. ഇതിൻ്റെ ശരാശരി കാണാനാണ് മക്കളെ. ഇതൊരു സമാന്തര ശ്രേണിയാണ്, ഒരേ സംഖ്യ കൂടി വരുന്ന ശ്രേണിയാണ്. ഇങ്ങനെ ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി കാണാൻ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ /2 ചെയ്താൽ മതി. ആണോ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പർ 8 ആണ്, ലാസ്റ്റ് നമ്പർ 240 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ഉത്തരവായി. ശരിയല്ലേ? 248 ഡിവൈഡഡ് ബൈ 2 124 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം, പ്രിൻ്റർ അല്ലേ. പ്രിൻ്റർ എന്നതിൻ്റെ കോഡ് തന്നിട്ടുണ്ട്. പ്രിൻ്റർ എന്നതിൻ്റെ കോഡ് നമുക്ക് തന്നേക്കുന്നത് എങ്ങനെയാണ് മക്കളെ? NPG അല്ലേ, LRCP എന്നാണ് കോഡ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. P 16ാമത്തെ ലെറ്റർ, N 14ാമത്തെ ലെറ്റർ, R 18ാമത്തെ ലെറ്റർ, P 16ാമത്തെ ലെറ്റർ, I 9, G 7, N 14, L 12, T 20, R 18, E 5, C 3 അല്ലേ, 3ാമത്തെ ലെറ്റർ, R 18, P 16. അപ്പോൾ എനിക്ക് മനസ്സിലായി ആദ്യമുള്ള ഓരോന്നിൽ നിന്നും 2 കുറയ്ക്കുന്നതാണ് കോഡ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓരോന്നിൽ നിന്നും 2 കുറച്ചാൽ നമുക്ക് ഉത്തരവായി. ശരിയല്ലേ? മൗസ് എന്നല്ലേ മക്കളെ? MOUSE ഇതിൻ്റെ കോഡാണ് കണ്ടുപിടിക്കേണ്ടത്, മൗസ് അല്ലേ. അപ്പോൾ ഓരോന്നിൽ നിന്ന് 2 കുറയ്ക്കണം. M 13, 13ൽ നിന്ന് 2 കുറച്ചാൽ 11, 11 K ആണ്. O 15, 15ൽ നിന്ന് 2 കുറച്ചാൽ 13 ആണ്, 13 M ആണ്. U 21, 2 കുറച്ചാൽ 19, 19 S ആണ്. S 19 ആണ്, 2 കുറച്ചാൽ 17, 17 Q ആണ്. E 5 ആണ്, 2 കുറച്ചാൽ 3 C ആണ്.
അപ്പോൾ ആൻസർ KM/SQ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 10 മടങ്ങാണ്. 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങിനേക്കാൾ 6 കൂടുതലാണ്. എന്നാൽ അച്ഛൻ്റെ വയസ്സ് എത്ര? എങ്ങനെ ചെയ്യും? സിമ്പിളായിട്ട് ചെയ്യാം. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 10 മടങ്ങാണ്. സോ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സ്, ഞാൻ മകൻ്റെ വയസ്സ് എസ് എന്നെടുത്തു. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 10 മടങ്ങായതുകൊണ്ട് അച്ഛൻ്റെ വയസ്സ് ഞാൻ 10S എന്നെടുത്തു. സോ ഇതാണ് അച്ഛൻ്റെ ഫാദറിൻ്റെ വയസ്സ്, ഇതാണ് സണ്ണിൻ്റെ വയസ്സ്. അപ്പോൾ സണ്ണിൻ്റെ വയസ്സ് എസ്, അച്ഛൻ്റെ വയസ്സ് സണ്ണിൻ്റെ വയസ്സിൻ്റെ 10 മടങ്ങ്. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് 10S. ഓക്കെ, ഇനി 10 വർഷം കഴിയുമ്പം അച്ഛൻ്റെ വയസ്സ് എത്രയായിട്ട് മാറും? 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് 10S+10 ആയിട്ട് മാറും. 10 വർഷം കഴിയുമ്പം മകൻ്റെ വയസ്സ് S+10 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? 10 വർഷം കഴിയുമ്പം ഇപ്പോൾ അച്ഛന് 10 ഇരട്ടി വയസ്സുണ്ട്. അപ്പോൾ ഇപ്പം മകൻ്റെ വയസ്സ് എസ്, അച്ഛൻ്റെ വയസ്സ് 10S. ഓക്കെ, 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് 10S+10, മകൻ്റെ വയസ്സ് S+10. ഇനി 10 വർഷം കഴിയുമ്പം അച്ഛൻ്റെ വയസ്സ് എന്ന് പറയുന്നത്, അതായത് 10S+10 എന്ന് പറയുന്നത് മകൻ്റെ വയസ്സ് S+10 അല്ലേ? മകൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങിനേക്കാൾ 6 കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് സോൾവ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. 10S+10 = 2 അകത്തേക്ക് ഗുണിച്ചാൽ 2S+20+6 എന്ന് വരും. ആണോ മക്കളെ? ഈ 2x ഇങ്ങോട്ട് വന്നാൽ 10s - 2s 8s എന്ന് വരും. ഈ 10 അങ്ങോട്ട് പോകുമ്പോൾ 26 - 10 16 എന്ന് വരും. അപ്പോൾ എസിൻ്റെ വില നമുക്ക് 2 എന്ന് കിട്ടും. S 2 ആണെങ്കിൽ മകൻ്റെ 10 ഇരട്ടി വയസ്സുണ്ട് അച്ഛന്. സോ അച്ഛൻ്റെ വയസ്സ് 20 എന്ന് മനസ്സിലാക്കാം. ഇത് അത്യാവശ്യം ഒരു നല്ല ചോദ്യമായിരുന്നു എന്ന് പറയാം. അടുത്ത ചോദ്യം, ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 50% മകനും 30% മകൾക്കും നൽകി. 50% മകനും 30% മകൾക്കും നൽകിയാൽ 80% തീരും. ബാക്കി 20% കയ്യിലുണ്ട്. ആ കയ്യിലുള്ള 20%ആണ് 60,000 എന്ന് പറയുന്നത്. ആണോ? എങ്കിൽ മകൾക്ക് കൊടുത്തത് എത്ര എന്ന് ചോദിച്ചാൽ 30% മകൾക്ക് കൊടുത്തത്. 20% 60,000 തുല്യമാണെങ്കിൽ 30% ഏതിന് തുല്യമാണെന്ന് നോക്കിയാൽ ഉത്തരവായി. എഴുതുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത 30 × 60,000 / 20 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. മക്കളെ, ഇതും കൂടെ അങ്ങ് വെട്ടിക്കളയാം, ഇതും കൂടെ വെട്ടിക്കളയാം. 15. സോ നമുക്ക് ആൻസർ 90,000 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 90,000. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ 1 or 2 ചോദ്യങ്ങളെ കുറച്ചെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളതുള്ളായിരുന്നു. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. സോ ഇന്നത്തെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. ടാറ്റാ.